ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് സേമിയ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ 2 കപ്പ് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം. സേമിയം ഇട്ട് നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. സേമിയം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. സേമിയം വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ചേർത്ത് കാഷ്യൂ നട്ട് ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന സേമിയം ഇട്ട് കൊടുക്കാം. സേമിയവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. സേമിയം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സേമിയ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് 4 പേർക്ക് സർവ് ചെയ്യാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.